കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തു. ക്ഷേത്ര ഭാരവാഹികൾ ആനപ്പാപ്പാൻ ഉൾപ്പെടെ 6 പേരെ പ്രതി ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ സോഷ്യൽ ഫോറസ്ട്രി കോഴിക്കോട് ഡിവിഷൻ പേരാമ്പ്ര കോടതിയിൽ പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നും ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട് നിന്ന് മിഥില ബാലൻ ടെലിഫോണിൽ ചേരുന്ന വിശദാംശങ്ങളുമായി. മിഥില, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. SKN സോഷ്യൽ ഫോറസ്ട്രി കോഴിക്കോട് ഡിവിഷനാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പേരാമ്പ്ര കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ 6 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. 2 ക്ഷേത്ര ഭാരവാഹികൾ, ഒപ്പം തന്നെ ഇടഞ്ഞ ആനയുടെ പാപ്പാന്മാർ, ഇവരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരവും നാട്ടാന പരിപാലന ചട്ടപ്രകാരവുമാണ് കേസെടുത്തിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിൽ അതായത് പടക്കം ഉപയോഗിച്ചു, മാത്രമല്ല ആനയുടെ ഇടച്ചങ്ങല കൃത്യമായി കൈകാര്യം ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇവരുടെ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് പ്രകാരമാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ആനയെ പരിപാലിക്കുന്നതിനും എഴുന്നള്ളിക്കുന്നതിനും ആവശ്യമായ ചട്ടങ്ങൾ പാലിച്ചില്ല എന്നതാണ് പാപ്പാന്മാർക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പ്. ഇതിനോടൊപ്പം തന്നെ പോലീസ് അന്വേഷണവും സമാന്തരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. പക്ഷേ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ സ്ഫോടക വസ്തു അലക്ഷ്യമായി ഉപയോഗിച്ചു എന്ന വകുപ്പ് കൂടി ചേർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ.